പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴത്തേക്കും ഉടമ്പടിയുടെ മെയിൻ അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവണം. ഞാൻ എന്താ ചെയ്യണം, എന്തെങ്കിലും ഒരു പ്രക്രിയ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് പോകുന്ന പോലെയില്ല. ഞാനിത് ജീവിക്കുന്ന ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഒരു അവബോധം ഉണ്ടാകണം നമുക്ക്. അപ്പോൾ ഈശോ നമ്മൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്, ലോകം എല്ലാം പോയി നീ സുവിശേഷം അറിയിക്കുക. സുവിശേഷം എന്താ അറിയിക്കാൻ പോകുന്നത്? ഗുഡ് ന്യൂസ്. സുവിശേഷം എന്താ? എൻ്റെ ദൈവം എൻ്റെ കൂടെ ജീവിക്കുക, എന്നെ അവൻ്റെ ജീവനേക്കാളും അധികമായി സ്നേഹിക്കുക, എനിക്ക് വേണ്ടി ആ കുരിശിൽ മരിച്ചത്, എനിക്ക് വേണ്ടിയിട്ട് ആ മരണത്തെ പരാജയപ്പെടുത്തിയത്, എനിക്ക് വേണ്ടി ആ ഉയർത്തെടിച്ച് എൻ്റെ കൂടെ ജീവിക്കുക. അത് നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മുഖം എപ്പോഴും നിങ്ങളെ അടുത്ത് കാണുന്നവർ നമ്മൾ സുവിശേഷമായിട്ട് ജീവിക്കണം. നമ്മളെ കാണുമ്പോൾ സുവിശേഷം അവർക്ക് മനസ്സിലാകണം. നമ്മൾ എപ്പോഴും മുഖവും സങ്കടത്തിലും കരച്ചിലും പിറുപിറുപ്പിലും വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അടുത്തുള്ളവർക്ക് എന്താ തോന്നുക? അതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം ദൈവം എൻ്റെ കൂടെ ജീവിക്കുകയാണ് എന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സുവിശേഷം ഇല്ല അറിയിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിരിക്കുക. എല്ലാ പ്രശ്നത്തിനും ഉത്തരം ഈശോ തന്നെയാണ്. ഈ ലോകത്തെ ഞാൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് സഹനങ്ങളുണ്ടാകും, എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവും, അപമാനം സഹിക്കേണ്ടി വരും, വേദന അനുഭവിക്കേണ്ടി വരും, ഒറ്റപ്പെടലുണ്ടാകും. ഇതെല്ലാം ഈശോ നമുക്ക് വേണ്ടി ജീവിച്ച് കാണിച്ചു തന്നതാണ്. അപ്പോൾ നീ ഒറ്റപ്പെടലിലാകുമ്പോൾ നിൻ്റെ ഇടതോ വലതോ നീ കാണുമ്പോഴത്തേക്കും അവിടെ ഈശോ നിൽക്കേണ്ടാവും നിൻ്റെ കൂടെ. നിനക്ക് വേണ്ടിയിട്ടാണ് അവനതെല്ലാം സഹിച്ചത്. നിനക്ക് വല്ല അപമാനം വരുമ്പോഴും നീ സങ്കടപ്പെടേണ്ട. നിൻ്റെ വലതുഭാഗത്ത് നീ നോക്കുമ്പോൾ ഇടതുഭാഗത്ത് നോക്കുമ്പോൾ ഈശോ നിൽക്കേണ്ടാവും. അവൻ നിനക്ക് വേണ്ടിയിട്ടാണ് അപമാനം സഹിച്ചത്. അപ്പോൾ ഈ ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാകണം എപ്പോഴും. പ്രശ്നങ്ങളെയില്ല കാണേണ്ടത്. അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയണത് ദൈവത്തിൻ്റെ കൂടെ നടക്കുക, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക, അനുഗമിക്കുക. അതാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി, ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അതാണ് വേണ്ടിയത്. എൻ്റെ ദൈവമായിട്ട് അടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഒരു ചെറിയ അനുഗ്രഹമാണ്. നിങ്ങൾ 5-6 നിയോഗം വയ്ക്കുന്നതെല്ലാം അത് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ചോദിക്കുന്നതല്ല ഒരു മാസം കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ പ്രശസ്തി ഉണ്ടാകില്ല. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വലിയ പ്രശസ്തി ഉണ്ടാകില്ല. നമ്മളെ പ്രശസ്തി ഈ ഉടമ്പടി വഴി ദൈവമായിട്ട് അടുക്കാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് പലവരിക്കും ഒരു തോന്നലുണ്ട്, എപ്പോഴും ഈശോനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ മാർക്ക് 8:34 ഈശോ പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ അവഗണിച്ചുകൊണ്ട് മറന്നുകൊണ്ട് ഫൊർഗെറ്റ് യുവർ സെൽഫ്, നിൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പുറകിൽ വരിക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്രിസ്ത്യാനികളും ഓർക്കേണ്ടത്, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ടില്ല. അമ്മ മാതാവും സങ്കടപ്പെട്ടത് ദൈവത്തെ കളഞ്ഞുപോയപ്പോഴാണ്. ഈശോനെ കളഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ ആകെ കൂടി അമ്മ സങ്കടപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നിനക്ക് സങ്കടം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ തന്നെ പരിശോധിച്ച് നോക്കണം. നീ ദൈവത്തിനെ കളഞ്ഞ. പ്രൈസ് ദി ലോർഡ്. നീ കളഞ്ഞാലും ദൈവം നിന്നെ കളയില്ല. ആ ഒരു അവബോധം
നിനക്കുണ്ടാകണം. അപ്പോൾ ആ സങ്കടം മാറി സന്തോഷമായിരിക്കണം. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക 5:16-17 ഈശോ പറയുന്നത് എപ്പോഴും സന്തോഷമായിരിക്കുക, എപ്പോഴും നന്ദി പറയുക, എപ്പോഴും പ്രാർത്ഥനയോട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഒരു അവബോധമാണ് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ഞാൻ എപ്പോഴും നിൽക്കണമെന്നുണ്ടെങ്കിൽ, നടക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് ഒരു കുരിശാണ്. മിനിമം ഒരു കുരിശുണ്ടാകണം, ഒരു സഹനമെങ്കിലും ഉണ്ടാകണം. അത് അത്യാവശ്യത്തിന് ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈശോ പറയുകയാണ്, കുരിശ് നിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പുറകിൽ നടന്ന് വരുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ തന്നെ നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം നിൽക്കേണ്ടത് നമ്മളാ മാറിപ്പോകുന്നത്, ഓടിപ്പോകുന്നത്. ദൈവം നിനക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ ഉള്ളപ്പോൾ നിനക്ക് വേറെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? നിന്നെ തന്നെ നീ അവഗണിക്കണം, എന്നിട്ടാണ് കുരിശ് എടുക്കേണ്ടതെന്നാണ് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആദ്യം കുരിശിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. നീ എടുക്കുന്ന കുരിശിൽ ആ കുരിശിൻ്റെ അകത്ത് ആരാളുള്ളത്? ഈശോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കുരിശിൻ്റെ അകത്ത് ഈശോ ഉണ്ട്. കുരിശുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഈശോയും ഉണ്ട്. അപ്പോൾ എല്ലാ സഹനത്തിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുന്ന സങ്കീർത്തനം 91:15 ഈശോ പരിശുദ്ധാത്മാവ് നമുക്ക് പറയുകയാണ്. അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാകണം നിനക്കുള്ള. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ പല കാര്യത്തിനും ഉടമ്പടി എടുക്കാൻ അത് സങ്കടത്തോടെയാണ് വന്നിരിക്കുന്നത്. പലവർക്കും അതാ പ്രശ്നം. സന്തോഷത്തിലാണ് വരേണ്ടത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ആ കാര്യം നടന്നു കിട്ടാൻ ഉള്ളതില്ല. ഞാൻ പറഞ്ഞ പോലെ അത് ദൈവത്തിൻ്റെ കൂടെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനാണ്, ഒന്നായി തീരാനാണ്, ദൈവത്തിൻ്റെ സ്വന്തമായി തീരാനാണ്. അതൊക്കെ നടന്നു കിട്ടും. അത് നമുക്ക് നേരത്തെ അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം തരാം. അത് വിശ്വാസമാണ്. വിശ്വാസം പ്രവൃത്തിയിലാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ കുറേ നമ്മൾ പ്രവൃത്തികൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കുരിശിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു അവബോധം നിനക്കുണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് പുറമേ കാണുമ്പോഴാണ് കുരിശ് ഒരു പേടിയുള്ളതും അത് ഭാരമുള്ളതുമായിട്ട് തോന്നിക്കും. അത് വളരെ ലഘുവാണ്. അതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് എൻ്റെ അനുഭവം വെച്ചതിനെ എനിക്ക് പറയാൻ പറ്റും. എല്ലാവരും സഹനം വരുമ്പോൾ പേടിക്കുക ചെയ്യണത്. അത് മാറി ക്രിസ്ത്യാനികൾ എന്താ ചെയ്യേണ്ടത്? സഹനം വരുമ്പോൾ നന്ദി പറയുക ചെയ്യേണ്ടത്. ഇത് ദൈവമായിട്ട് അടുക്കാൻ, നടക്കാൻ ഒരവസരം കിട്ടി. പ്രൈസ് ദി ലോർഡ്. ചെറിയ കാര്യമാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ദൈവത്തിന് ഒന്ന് തന്നെ. ദൈവമാണ് വലുത്. നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ചെറുതാണ്. എങ്ങനെ അവഗണിക്കുക? നിങ്ങളെ തന്നെ മറക്കുക എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇല്ലെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ദൈവം എന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. കുരിശ് മരണത്തോടു കൂടി എന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നം എൻ്റെ ഇല്ല, ഈ പ്രശ്നം ദൈവം അനുവദിച്ച് തന്നതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. ഇത് മാർക്ക് ചെയ്ത് വെച്ചോ, എവിടെയെങ്കിലും ടിക്ക് ചെയ്ത് വെച്ചോ, ഇതുപോലെ ചെയ്തു നോക്ക്. അപ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടാകണം. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളെ പ്രശ്നം, നിങ്ങൾ ഈ വിഷമം മാറ്റിക്കളയണം, സങ്കടം മാറ്റിക്കളയണം. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഇത് നടന്നാൽ എന്ത്, നടന്നില്ലെങ്കിൽ അയ്യോ നടന്നില്ലല്ലോ, ഇപ്പോൾ 5 ദിവസമായി, 10 ദിവസമായി, 1 മാസമായി. അപ്പോൾ ദൈവത്തിന് അത് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുക. നിന്നെ തന്നെ മറക്കുക. എങ്ങനെയാണ് മറക്കുക? എങ്ങനെ മറക്കാൻ പറ്റുമോ? അത് ഫിലിപ്പിയർ 2:8 അനുസരണയുടെ വഴി കൂടി അവൻ നടന്ന്. ഈശോ എടുത്തത് എങ്ങനെയാണ്? അവനെ മറന്നുകൊണ്ട് അനുസരണയുടെ വഴി, പിതാവിൻ്റെ അനുസരണയുടെ വഴി കൂടി അവൻ നടന്നത്, അവനെ എളിമപ്പെടുത്തിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നീ നോക്കേണ്ടത് അതാ. നമ്മൾ ബൈബിൾ 1/2 മണിക്കൂർ വായിക്കുമെന്ന് പറയില്ലേ? ഏത് കാര്യവും നീ ശ്രദ്ധിക്കേണ്ടത്, നിനക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇതിൽ സ്നേഹം കാണിക്കണ്ട,
ഇല്ല വചനം പാലിക്കണ്ട. അതാണ് നിന്നെ തന്നെ മറക്കുക. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മളെ തന്നെ നമ്മൾ അവഗണിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരാളെ ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെയോ ആണ്, എന്നോട് ഇവരിത് ചെയ്ത്, എന്നോടെന്നൊരു തോന്നൽ വരും. നിന്നെ അവഗണിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ അനുസരണ എന്താണ്? നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത് നീ ക്ഷമിക്കുക. ഇപ്പോൾ ഇന്നലെ ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ കാർമൽ ആശ്രമത്തിലാണ് പോകുന്നത്. ദിവസം അവിടെ ഡോൺ ബോസ്കോ പോകും, പിന്നെ അല്ലെങ്കിൽ കാർമൽ ആശ്രമത്തിൽ പോകും കോയമ്പത്തൂർ. അപ്പോൾ ഞാൻ നല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുർബാനയ്ക്ക് മുമ്പേ പോയിട്ട് ഒരു കൊന്ത ചൊല്ലും, ബൈബിൾ വായിക്കും. അപ്പോഴത്തേക്ക് പുറകിലിരുന്ന ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ് ആ കാറൊന്ന് ഗേറ്റിൽ ഇരുന്ന് മാറ്റി വയ്ക്കണമെന്ന്. ഞാൻ ശ്രദ്ധിച്ചാണ് കാറ് നിർത്തിയിരിക്കുന്നത്. അവിടെ ബൈക്ക് മാത്രമേ അകത്ത് കയറുള്ളൂ. ഗേറ്റിൻ്റെ അകത്ത് അവിടെ 4-5 ബൈക്ക് കയറാൻ പറ്റുമോ? അങ്ങനെ നല്ല വഴിയുണ്ട്. പക്ഷെ അവർ വന്ന് എന്നോട് പറഞ്ഞ് മനസ്സിന് സങ്കടം തോന്നി. അപ്പം തന്നെ ഓർമ്മ ഒന്ന്, അവർ 1 മൈല് നടക്കാൻ പറഞ്ഞാൽ 2 മൈല് നടക്കുക എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് തന്നെ അവഗണിക്കുക എന്ന് പറയണത്. ഞാൻ അവിടെ നിന്ന് എണിച്ച് പോയിട്ട് അവർ ഇച്ചിരി മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ കുറച്ച് അധികമായിട്ട് മാറ്റി വെച്ചിട്ട് അപ്പുറത്തെ അതിൻ്റെ ഡബിളായിട്ട് മാറ്റി വെച്ച്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ സങ്കടമുണ്ടോ? ആവശ്യമില്ലാതെ നമുക്ക് അനീതിയല്ലേ നടക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കാം. അനീതി നടക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കണമെങ്കിൽ നീ നിന്നെ ഓർക്കുമ്പോഴാണ് നിനക്ക് തോന്നിക്കുന്നത് നിനക്ക് അനീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞ്, ഇല്ല അയൽക്കാരിങ്ങനെ പറഞ്ഞ്, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ്, ഭാര്യ ഇങ്ങനെ പറഞ്ഞ്, മക്കളിങ്ങനെ കാണിച്ച്, എന്നോടൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ എൻ്റെ തന്നെ ഇല്ല, നിന്നെ അവഗണിക്കുക. അതിനെക്കുറിച്ച് സങ്കടപ്പെടരുത്. അതാണ് കുരിശ് എടുക്കാനുള്ള യോഗ്യത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് കുരിശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈശോ അനുവദിച്ചു തന്നതാണ്. അങ്ങനെയാണ് കുരിശ് എടുക്കുക. നിന്നെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നീ വചനം പാലിക്കുമ്പോൾ നീ നിന്നെക്കുറിച്ച് ഓർക്കണ്ട. എന്നോടിങ്ങനെ ചെയ്ത്, എനിക്കിത് സംഭവിച്ച്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, അത് ഓർക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറയണ പോലെ നിനക്കുള്ള ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം അത് ഏറ്റെടുക്കുക. കുരിശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈശോ അനുവദിച്ച് തന്നതാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുക. തരുന്നതെല്ലാം യോഹന്നാൻ 17:7 എനിക്ക് വരുന്നതെല്ലാം അങ്ങേ അറിഞ്ഞുകൊണ്ടാണ്, അവിടെ ഇരുന്നാണ് വരുന്നത്, അനുവദിച്ച് തരുന്നത്. അത് ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഏറ്റെടുക്കുമ്പോഴത്തേക്കും അയ്യോ വലിയ ഭാരമാണല്ലോ, ബ്രദർ പറയുകയും ചെയ്ത്, ക്ലാസ്സിൽ പറയുകയും ചെയ്തു, പക്ഷേ ഇതെങ്ങനെയാണ് ഏറ്റെടുക്കുക? അപ്പോൾ വലിയ സങ്കടം കൊണ്ടാണ് പല സ്ഥലത്തും ഇരുന്ന് നമ്മൾ പെട്ടെന്ന് നമുക്കതിൻ്റെ നിയമങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ അതിൻ്റെ മെത്തേഡ് ഇതാ, ദൈവമായിട്ട് ഒന്നു ചേരാനുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വലിയ ഭാരമായിട്ട് മനസ്സിൽ തോന്നിക്കും. നമുക്ക് സങ്കടം വരുമ്പോൾ അയ്യോ ഇതെന്ത് സംഭവിക്കും, ഇതെങ്ങനെ തീരും ഈ പ്രശ്നം? ചിലവരൊക്കെ വിളിക്കുന്ന എനിക്ക് കാണാം, 5 കോടി കടമൊക്കെ ഉണ്ടാവും, 2 കോടി കടം, എല്ലാം ബാങ്കിലാണ്, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജോലി പോലും ഇല്ല, ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് എന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഭാരമായിട്ട് നിൽക്കും. ഇതൊക്കെ ഏറ്റെടുക്കാനൊക്കെ തോന്നും. ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് ഉടമ്പടി എടുക്കുമ്പോൾ സമർപ്പിച്ചെന്നൊക്കെ പറഞ്ഞാലും അത് വലിയ ഭാരമായിട്ട് തോന്നിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈശോ തന്നെ മത്തായി 11:28-29 പറഞ്ഞിരിക്കുന്ന, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. അപ്പോൾ ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഈശോ 2 കാര്യം പറയുന്നുണ്ട്. നീ എന്നെ കണ്ട് പഠിക്കുക, ശാന്തശീലനും വിനീത ഹൃദയനും ഞാനുള്ളതുപോലെ നീയുമാകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെയാണ് ശാന്തശീലത കൊണ്ടുവരുന്നത് നമ്മളിലേക്ക്? ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ഒരു ബോധ്യം തന്നെയാണ്. ശാന്തശീലത എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാത്തിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്.
എൻ്റെ നിയന്ത്രണം, എന്നോടുള്ള നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഗോഡ് കൺട്രോൾസ് മീ. ദൈവമാണ് എന്നെ നിയന്ത്രിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യമാണ് ശാന്തശീലത. അങ്ങനെ ഉണ്ടെങ്കിൽ നീ വിഷമിക്കില്ല, പിറുപിറുക്കില്ല. അപ്പോൾ ഇത് നിനക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യണ, എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഈശോയാണ്, ദൈവമാണ്. ഞാൻ എന്തിനാ വിഷമിക്കേണ്ടത്? അത് വരുന്ന പോലെ തന്നെ ദൈവം ആണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതെന്നെ ഒന്നും ചെയ്യില്ല. അത് ശാന്തശീലത. അങ്ങനെ നിനക്ക് ബോധ്യത്തോടെ അത് വിഷമിക്കാതെ പിറുപിറുക്കരുത്. ഫിലിപ്പിയർ 2:14. ഒരിക്കലും കുറ്റം പറയരുത്, പിറുപിറുക്കരുത് ദൈവത്തിൻ്റെ മക്കളാവുമ്പോഴത്തേക്കും. അതാണ് വേണ്ടിയത്. പിറുപിറുക്കാതെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ നാളെ എന്ത് ചെയ്യും, ബാങ്കുകാർ വരുമല്ലോ, എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, ഇതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കൂടെ എളിമപ്പെടണം. എളിമപ്പെടേണ്ടത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മ മാതാവ് ലൂക്ക 1:38 ഇതാ നിൻ്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉടമ്പടി കാലത്തെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം. ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് എന്നുള്ളൊരു പരിപൂർണ ബോധ്യം നിനക്കുണ്ടാകണം. അപ്പോൾ ദാസി എങ്ങനെയുള്ളവരായിരിക്കണം? ദാസനും ദാസിയും ലൂക്ക 17:9 അവൻ നന്ദി അർഹിക്കുന്നതില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മ പ്രവർത്തിക്കുന്നതിൽ ഒന്നും, നമ്മ ദൈവകാര്യം ചെയ്യുമ്പോഴും നമ്മ മറ്റുള്ളവരെ ക്ഷമിക്കുമ്പോഴും നീ ഒന്നും അവിടെ ഇരുന്ന് പ്രതീക്ഷിക്കേണ്ട, നന്ദി പ്രതീക്ഷിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നീ പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അംഗീകാരം കിട്ടണ്ട. അതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് അംഗീകാരം ഉണ്ടാ, എൻ്റെ കുടുംബത്തിലുണ്ടാ. ഞാൻ ചെയ്യുന്ന ഒന്നും എൻ്റെ ഭർത്താവ് അറിയുന്നില്ലല്ലോ, മക്കൾ അറിയണമല്ലോ, ഞാൻ സഹായിക്കുന്ന, ഞാൻ ജോലി ചെയ്യുന്ന ഒന്നും അവരറിയുന്നില്ലല്ലോ. ആ ഒരു മനനില മാറ്റിയെടുക്കണം. ആ ഒരു ഇത് നിങ്ങളെ മനസ്സ് മാറ്റിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്തു നോക്കിക്കോ, ഉറപ്പായിട്ട് ഭാരം നിങ്ങൾക്ക് തോന്നിക്കില്ല, ലഘുവായിട്ട് തോന്നും. നിങ്ങളെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തോന്നിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പുറമേ ഇരുന്ന് കാണുമ്പോഴാണ് കുരിശും അത് വലിയ സഹനവും പീഡാനുഭവമായിട്ട് നമുക്ക് തോന്നുന്ന. അതിൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ചെറുതില്ല, അത് വലിയ അനുഭവം തന്നെയാണ്. ഒരു 2003 ഞാൻ ജോസഫ് അച്ഛനെ കാണാൻ വന്ന്. അപ്പോൾ അന്നാണ് പരിചയപ്പെടുന്നത് ഇവിടെ കൃപാസനത്തേക്ക് തന്നെ. അപ്പോൾ വലിയ ബിസിനസ്സിലൊക്കെ വലിയ പ്രശ്നമാണ്. എൻ്റെ കച്ചവടത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് വൈകുന്നേരം സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും. അച്ഛനോട് സംസാരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ്, നിനക്കെതിരെ CBI ഇൻവെസ്റ്റിഗേഷൻ വരുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. CBI പോയിട്ട് ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അച്ഛൻ പറഞ്ഞ് കൃപാസന മാതാവ് സഹായിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപാസന മാതാവ് സഹായിക്കുമെന്ന് പറഞ്ഞാലും അത് ഭാരം തന്നെയാണ്. പക്ഷെ അത് 2008 ആയപ്പോഴത്തേക്കും ഇത് അച്ഛൻ പറഞ്ഞ് 2006 എന്തോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മെസ്സേജ് കിട്ടിയതാണ്. ഹല്ലേലൂയ. 2008 ആയപ്പോഴത്തേക്കും പറഞ്ഞ പോലെ തന്നെ CBI ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ പുറത്ത് വന്നു. അത് കുറേ പേര് കള്ളക്കേസെല്ലാം കൊടുത്ത് ഉള്ളത് ഇല്ലാത്തതെല്ലാം പറഞ്ഞ്. പക്ഷേ അത് ദൈവം മാതാവ് അനുവദിച്ചെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഓരോ ദിവസം ആ ഇൻവെസ്റ്റിഗേഷൻ ഇട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജീവിതം പോയി. ഇതോടെ തീർന്ന്, എല്ലാം തീർന്ന് നമ്മൾ അകത്താവും. അവരെന്തായാലും കേസിടും, നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഇതെന്തൊക്കെ പ്രശ്നമാണ്. കൂട്ടുകാരും പത്രത്തിലും എല്ലാവരും അറിഞ്ഞ് വീട്ടിൽ കയറി വരും. വലിയ പ്രശ്നമാണ്, പേടിയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ CBI വരുമ്പോൾ ഞാൻ വഴിയില്ല, ഇവിടെ കൊച്ചി വരിക. ഇവരുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് ഇവർ ഇൻകം ടാക്സുകാരെ ആദ്യം വിട്ടത്. വീടൊക്കെ ലോക്ക് ചെയ്ത് ഇട്ട് സീൽ ചെയ്ത്, വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഇൻകം ടാക്സുകാരെ കൊണ്ട് പറയിപ്പിച്ച് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഇവിടെ വന്നോന്ന് പറഞ്ഞു. കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഇതുപോലെ ഇത് ഭാരമായിട്ട് തോന്നുന്നൊക്കെ പറഞ്ഞ്
ഞാൻ പ്രാർത്ഥിച്ചിട്ടേക്കാണ് വന്നത്. പിന്നെ ദൈവമുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് നേരത്തെ അറിയിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിൽ, അത് ശാന്തശീലതയാണ്. അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ നിൽക്കുകയാണ്. ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ വരും, ആൾക്കാരൊക്കെ കൂടും, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും ദൈവം ഇത്, അമ്മ മാതാവ് ഇത് പൊതിഞ്ഞ് കളയും, ഈശോ ഇതിനെ പൊതിയും. അതാണ് ഞാൻ ലഘുവാക്കുമെന്ന് പറഞ്ഞത്. നിൻ്റെ ഭാരങ്ങൾ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, ഞാൻ ലഘുവാക്കി തരാമെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വന്ന്, അത് CBIയുടെ ഒരു ഉദ്യോഗസ്ഥരാണ്. പുള്ളിക്കാരൻ പറഞ്ഞ്, ഞങ്ങൾ വണ്ടി റിപ്പയറായി, ഞങ്ങൾ വേറെ വാടക വണ്ടി എടുത്താണ് വരുന്നത്, വീട് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. ഒരു റെയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ് ചോദിക്കുന്നത്. അപ്പോൾ വീട് എക്സാക്ട്ലി എവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഡ്രൈവറിന് അറിയാമായിരുന്നു, അയാൾ വണ്ടി റിപ്പയറായിട്ട് അയാൾ എവിടെയോ ആ വണ്ടിയായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ വേറെ വണ്ടി അവർ ഹയർ ചെയ്താൽ തന്നെ. എന്നിട്ട് ഞാൻ പോയി റോട്ടിൽ നിന്നാണ് ഇതേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇതാണ് ദൈവം ഇതിനെ അങ്ങനെ എന്നെ സിറ്റുവേഷനെ മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു CBI റെയ്ഡാണ്, ഞാനാണ് വിളിച്ചുകൊണ്ട് വരുന്നത് റോട്ടിൽ പോയി നിന്നുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് വീട്ടിലേക്ക് വന്ന് ഒരു കാര്യം, ഫയലൊക്കെ നോക്കി, അതിൻ്റെ ഫയലുള്ള മുറി ഞങ്ങളെ ബെഡ്റൂമാണ്, കുറേ ഫയലുള്ള റൂമാണ്. അതിലേക്ക് പോയിട്ട് അവർ അത് സീലൊക്കെ തുറന്ന് അകത്ത് കയറി. അവരെടുക്കുന്നുണ്ട്, എല്ലാം എടുത്താലും അവിടെ ഒരു സഫോക്കേഷൻ, അവർക്ക് എന്തോ ഒരു പ്രശ്നമാണ്. അതിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കൺഫ്യൂസ്ഡാണ് അവിടെ മൊത്തം. ദൈവം അവരെ കൺഫ്യൂഷനിലേക്ക് ആക്കിയിരിക്കുക. എന്നോട് കുറേ ചോദ്യമൊക്കെ ചോദിച്ച്, അങ്ങനെയൊക്കെ ചോദിച്ച്, അതെല്ലാം ചോദിച്ച് പേപ്പറൊക്കെ കിട്ടി നോക്കിയിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ദൈവം അങ്ങനെ ആക്കി വിട്ടത്. അപ്പം ഞാൻ ഇത് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് CBI ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു പേടി എടുത്തു കളഞ്ഞ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ആ കുരിശിൻ്റെ ഭാരം എടുത്തു കളഞ്ഞ്. അവർ തന്നെ അവിടെ നിന്ന് അവരുടെ ചിലവിന് അവർക്ക് വേണ്ടി ഭക്ഷണം ഓർഡർ ചെയ്ത് എനിക്കും വാങ്ങിച്ചു തന്ന്. അപ്പോൾ എനിക്കൊരു പൊതി തന്ന് ഭക്ഷണം കഴിക്കുക. ഞാൻ CBI എന്തൊക്കെയോ വലിയ പ്രശ്നമാണെന്നൊക്കെയാണ് വിചാരിച്ചതെന്ന്. ദൈവം അത് മാറ്റി. എന്നിട്ട് അതിൻ്റെ വലിയൊരു പോസ്റ്റിലെ SP ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിയാറായി. സ്റ്റേറ്റ്മെൻറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ ഡൽഹിയിലാണ് പഠിച്ചത്, അച്ഛൻ ആർമിയിലായിരുന്നു, ഞാൻ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്, അവിടുത്തെ NCERT ക്യാമ്പസിലാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു ചോദിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒരു അബ്രഹാം മേഡം ഉണ്ടായിരുന്നു, അവരുണ്ടായി, ഇവരുണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ നിൻ്റെ സീനിയറാണ്, നിനക്കറിയാമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ സിറ്റുവേഷൻ അങ്ങോട്ട് മാറിപ്പോയി. ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ CBI ഇൻവെസ്റ്റിഗേഷനെ പോലും ദൈവം, നമുക്കിത് വലിയ ഭാരമാണ്, അത് സഹിക്കാൻ പറ്റാത്ത ഭാരമാണെന്നുള്ളത് നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഇത് ഈശോ പറഞ്ഞ വാസ്തവമാണ്. പൊതിഞ്ഞ് കളയാം, നമ്മളങ്ങോട്ട് പൊതിഞ്ഞെടുത്തേക്കും. എൻ്റെ ചെറുപ്പത്തിലെ മക്കൾ ഞാൻ പൊക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടി, ഞങ്ങൾ എയർപോർട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ വാശി പിടിക്കും, എൻ്റെ മോനും മോളൊക്കെ കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നീ പൊക്കിടാന്ന് പറയും. എന്നിട്ട് അടി കൂടി താഴെ ഭാരത്തെ ചുമന്നുകൊണ്ട് അവനെയും കൂടി തൂക്കിയെടുക്കും ഇങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പിടി മാത്രം, ഹാൻഡിൽ മാത്രം അവൻ്റെ കയ്യിൽ. അവനിക്ക് നല്ല സന്തോഷവും, ഞാനാണ് ഇത്രയും ഭാരം പൊക്കിക്കൊണ്ടിരിക്കണത്. പക്ഷേ അവനെയും ആ പെട്ടീനെയും ഞാനാണ് പൊക്കി പിടിച്ചിരിക്കണം. അത് തന്നെയാണ് നമ്മളെ അപ്പ, പിതാവ്. നമുക്ക് തോന്നും ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഇതെല്ലാം ഈ കുരിശെല്ലാം എനിക്കാണ്, ഈ 2 കോടി രൂപ കടമൊക്കെ എൻ്റെയാണ്. ദൈവം നിന്നെയും പൊക്കി ആ പ്രശ്നത്തിനെയും ഇങ്ങനെ പൊക്കി വയ്ക്കും. നിനക്ക് ആ ഒരു അവബോധം വേണം, എൻ്റെ പിതാവാണെന്നുള്ളൊരു അവബോധം മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കുരിശിനെ കൊണ്ട് കുറച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. കുരിശ് നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കും. നിങ്ങൾക്കുള്ള ഇപ്പോൾ പ്രശ്നം, ഈ ഉടമ്പടി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇത് നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരും നിയോഗം ഒക്കെ വെച്ചിട്ടില്ലേ, ഇതുവഴി നിങ്ങൾ ദൈവമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കും. ഇതൊരു കുരിശായിട്ടെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അവസാനം, കുരിശിൻ്റെ അവസാനം മഹത്വത്തിലേക്ക് എത്തിക്കും, നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെല്ലാവരെയും വിളിച്ചിരിക്കണം ഉടമ്പടിക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്.